ഷീല നന്നായിട്ടില്ലേ? ഇവിടെ സ്കൂളിലെ ജോലി ഒരുവിധം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലും ലാഭാ. അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ട സുധി. ഈ പ്രിൻസിപ്പൾസ് പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഒരു പേടിയൊന്നും സുധിക്ക് വേണ്ട. ഐ ക്യാൻ ഫൈൻഡ് എ ജോബ് ഫോർ മൈസെൽഫ്. ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു സ്കൂള് ഇത് മാത്രമേ ഉള്ളൂ. അതാ മുംബൈയിൽ ട്രൈ ചെയ്യാം. അവിടെ കുറെ കൂടെ ബെറ്റർ പാക്കേജും ഉണ്ടാവുമല്ലോ. മുംബൈ അത് വേണ്ട, അധികം സമ്മതിക്കില്ലേ? വൈ? ഷീല പറഞ്ഞത് ഇവിടെ ഇഷ്ടമാണല്ലേ? നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ കരിയർ. അതും ഞാൻ പറഞ്ഞിരുന്നു. പതുക്കെ. ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. മസാല ദോശ, രണ്ട് വട. മോളൊന്ന് പറ. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കടയടയ്ക്കും. ആളുകളെയൊക്കെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണേ സാറേ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വീക്കെൻ്റെ പിന്നെ പെണ്ണെന്താ ഭ്രാന്തട്ടോ. ഓരോരുത്തന്മാരുടെ വെയിറ്റേ. ഹേ ചേട്ടാ, സാർ ഒരു മിനിറ്റ്. സുധി നമുക്ക് പോവാം. അയാളെ കണ്ടിട്ടൊരു മനുഷ്യപ്പനുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ട സാർ? വേറെ എന്തെങ്കിലും? എന്താടാ എന്ത് സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ. രാമ രാമ രാമ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ. അവളിപ്പോ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ. ഹായ്, വരൂ അങ്ങോട്ടേരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധിയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ലെ ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരോടും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് സുധിയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്.
ഞാൻ ഉദ്ദേശിച്ചത് സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ് അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയവും പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്. സുധിയല്ലേ ഇത്? ദേ വരുന്നു നമ്മുടെ അഭിനവ രമണൻ. ഡാ സുധി, ഡാ സുധി നിക്കടാ. എടാ സുധി, ഇവനിത് എങ്ങോട്ടാ? നീ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ. ഡാ ഗ്രേഗ് നാളെ പോണല്ലോ, നമുക്ക് ഇന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാൻ ഇല്ല, ഞാൻ പോവാം. അവിടെ നിക്കടാ. ഇതെന്ത് തിരക്കാ? ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല ടയർഡാ അതാ. നിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്ന ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറി. അതിനെന്താ നീ ചൂടാവുന്നേ? ആര് ചൂടായി? നീ നീ അവിടെ നിക്ക്. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മൊയില് 10 ചെവി. ബാക്കിയുള്ളവർ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം? ഞാൻ ആരൊക്കെ പറയട്ടെ accept ചെയ്യണം? മോഹൻ എന്താ അതിന് നീ എന്തിനാ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലടാ. എന്ത് കുഴപ്പമാണ് എനിക്കുള്ള? വിൽക്കാണ് എന്റെ കുഴപ്പം. പൊട്ടി ഓടിക്കാൻ അറിയാത്താണ് എന്റെ കുഴപ്പം. അവനെ വിറാ, അവനെ തല്ലട്ടെ. രാവും പകലും ഇവനെ കൂടെ കൊണ്ടുവരുന്നേ എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ ഫ്രണ്ട് ആക്കണ്ട. എന്റെ കൂടെ നടക്കണം. സുധി, സുധി നിക്കടാ. എന്താടാ? ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട. എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ എന്നെ ഒരാൾ മനസ്സിലാക്കരുത്. ഒരാൾ